ഹലോ, എൻ്റെ പേര് ആസിഫ്. നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത് പ്യൂഡിഫൈയുടെ ഒഡീസിയസ് എന്ന് പറഞ്ഞൊരു AI വർക്ക് സ്പേസും ഒരു ഏജൻറ്റ്. അത് നമുക്ക് സിസ്റ്റത്തിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ റൺ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ആക്ച്വലി മെയ് 31 അറൗണ്ട് ആ ഒരു ടൈമിലാണ് പ്യൂഡിഫൈ ഇത് പബ്ലിക്കായിട്ട് റിലീസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഗിറ്റ് ഹബിൽ നോക്കിയില്ല എൻ്റെ എക്സാക്റ്റ് എപ്പോഴാണ് പോസ്റ്റ് ചെയ്തെന്നുള്ളത്. ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് അറിയുന്നത് തന്നെ. അപ്പം ഞാൻ ആക്ച്വലി ഇത് ട്രൈ ചെയ്യുന്നത് നമുക്ക് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആക്ച്വലി ഒരു ബിഗിനറാണ്, എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയാസ് ഒന്നുമില്ല, പക്ഷേ ഇൻട്രസ്റ്റ് ഉണ്ട്. സോ അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് നോക്കുന്നതാണ്. അപ്പം ഇൻ കേസ് ആരെങ്കിലും ഹെൽപ്ഫുൾ ആയി കഴിഞ്ഞാൽ ഓക്കെ, യു ക്യാൻ ഓൾസോ ട്രൈ, അതുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാനിത് ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്നത് വിൻഡോസിലാണ്. അതുപോലെ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ ആക്സസ് കൊടുക്കുകയാണ് സിസ്റ്റത്തിൻ്റെ. ലെറ്റ് ഇറ്റ് ബി എനി ഫയൽസ്, നമുക്ക് എല്ലാ ഫയൽസിനും തന്നെ ആക്സസ് ഉണ്ടാവും. ഞാൻ ഡോക്കറോ അതുപോലെ ഒരു സാൻഡ് ബോക്സോ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് നേറ്റീവ്ലി വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പം സിസ്റ്റത്തിൻ്റെ ഫുൾ ആക്സസ് ഉണ്ടാവും. ലൈക്ക് PDF ആക്സസ് ചെയ്യാം, വേർഡ് ഫയൽസ് എഡിറ്റ് ചെയ്യാം, LLM ലാർജ് ലാംഗ്വേജ് മോഡൽ നമുക്കത് ഓഫ്ലൈൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്നതാണ് ചെറിയ ടാസ്കുകൾ. നമുക്ക് ചെറിയ മോഡൽസ് ഡൗൺലോഡ് ചെയ്ത് സിസ്റ്റത്തിൽ തന്നെ റൺ ചെയ്യാൻ പറ്റും. വലിയ LLMs ആണ് ക്ലൗഡിലെല്ലാം വേണ്ടി വരുന്നത്. അതിന് API കീ എടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് ക്യാഷ് ചിലവാകും. നമ്മുടെ കുറച്ച് യൂസ് കേസിനൊക്കെ നമുക്ക് ലോക്കലി അത്യാവശ്യം ഒരു GPU ഉള്ള ഒരു ലാപ്ടോപ്പോ സിസ്റ്റമോ ആണെങ്കിൽ, അത്യാവശ്യം VRAM ഉള്ളൊരു GPU ആണ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കലി സിമ്പിളായിട്ട് റൺ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആക്ച്വലി പൈത്തൺ ഉണ്ടാവണം, സിസ്റ്റത്തിൽ പൈത്തൺ ഇൻസ്റ്റാൾ ആയിരിക്കണം, ഗിറ്റ് ഇൻസ്റ്റാൾ ആയിരിക്കണം, പിന്നെ ഒലാമയാണ് വേണ്ടത്. ഒലാമ യൂസ് ചെയ്തിട്ടാണ് LLM ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് നമ്മുടെ GPU. അപ്പോൾ ഒലാമ ഇൻസ്റ്റാൾ ആയിരിക്കണം. ഒലാമ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഒരു ലാംഗ്വേജ് മോഡൽസ് ഒരുപാടുണ്ട് നമുക്ക് സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ പറ്റിയ. ഇപ്പോൾ ചെറിയ QN, മിസ്ട്രൽ, പിന്നെ ഗൂഗിളിൻ്റെ ജെമ്മ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ലോക്കലി റൺ ചെയ്യാൻ പറ്റും. നമ്മുടെ VRAMൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും, എത്ര GB ഉണ്ടോ അതനുസരിച്ചിട്ടുള്ള മോഡൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് റൺ ചെയ്യാം, സിസ്റ്റം വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് ഫസ്റ്റിന് നമുക്ക് മിക്കവരുടെയും സിസ്റ്റത്തിൽ പൈത്തൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പൈത്തൺ ഇല്ലാത്തതാണെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കുക, എന്നിട്ട് അതിൽ സെർച്ച് ചെയ്താൽ മതി പൈത്തൺ -വേർഷൻ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ അകത്ത് ഇപ്പോൾ പൈത്തൺ വാസ് നോട്ട് ഫൗണ്ട് എന്ന് കാണിച്ചു. ആക്ച്വലി ഉണ്ടായിരുന്നു, ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി എല്ലായിടത്തും കളഞ്ഞു. സോ ഇങ്ങനെയായിരിക്കും ചിലരുടെ സിസ്റ്റം, പൈത്തൺ ഇല്ലാത്ത സിസ്റ്റത്തിലും ഇങ്ങനെ തന്നെ കാണിക്കും. സോ ക്ലോസ് ചെയ്യുക, നിങ്ങളുടെ ബ്രൗസർ എടുക്കുക, ക്രോം, എഡ്ജ്, ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്, പോയിട്ട് പൈത്തൺ സെർച്ച് ചെയ്യുക. പൈത്തണിൻ്റെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ്സിൽ ചെന്നിട്ട് നമ്മുടെ OS, ഞാൻ വിൻഡോസാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് കൊടുക്കുക. അതിൽ ലേറ്റസ്റ്റ് സ്റ്റേബിൾ വേർഷൻ വന്നേക്കുന്നത് 3.13 ആണ്. ജൂൺ 10 റിലീസ് ചെയ്തേക്കുന്നത് ലാസ്റ്റ്. എൻ്റെ 64 ബിറ്റാണ് വിൻഡോസ്. അത് ഡൗൺലോഡ് ചെയ്തിട്ടു. പൈത്തൺ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കുക. വളരെ സിമ്പിളാണ്, ഒരു EXE ഫയലാണ്. ഇത് ചോദിക്കുമ്പോഴത്തേക്കും ആക്ച്വലി ഇത് ഇൻസ്റ്റാളേഷൻ വിസാർഡാണ്. ഇത് ചോദിക്കുമ്പോഴത്തേക്കും എപ്പോഴും ഈ യൂസ് അഡ്മിൻ പ്രിവിലേജസ് എന്നുള്ളത് നമ്മൾ ചിലപ്പം നമ്മുടെ പേഴ്സണൽ സിസ്റ്റത്തിൽ ഒരു അഡ്മിനെ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ പേർക്ക് ഒരു അഡ്മിനായിട്ടായിരിക്കും ഒരു യൂസർ അക്കൗണ്ട് മാത്രമേ എൻ്റെ സിസ്റ്റത്തിൽ ഉള്ളൂ. അപ്പം മൾട്ടിപ്പിൾ യൂസർ അക്കൗണ്ട്സ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ ഈ യൂസ് അഡ്മിൻ പ്രിവിലേജസ് വെൻ ഇൻസ്റ്റാളിങ് അത് കൊടുക്കുക. എല്ലാത്തിലും കിട്ടും, എല്ലാ പൈത്തൺ ഉണ്ടാവും. പിന്നെ എനിക്കിത് സിംഗിളാണ്, എൻ്റെ ഒറ്റ യൂസർ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്നില്ല. പിന്നെ ആഡ് python.exe ടു പാത്ത് എപ്പോഴും ടിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. യൂണിവേഴ്സലി ആക്സസിബിൾ ആയിരിക്കും പൈത്തൺ. പാത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ മൊത്തത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റും പൈത്തൺ. ഇൻസ്റ്റാൾ ഞാൻ കൊടുക്കുക. എൻ്റെ പൈത്തൺ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യുക. നമുക്കിപ്പം ലിസ്റ്റിൽ പറഞ്ഞ പൈത്തൺ, ഗിറ്റ്, ഒലാമ, പൈത്തണായി. നമുക്കിനി അടുത്ത് ഗിറ്റ് എടുക്കണം. ഗിറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ സെയിം മെത്തേഡ് തന്നെ, ഗിറ്റ് സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ നോർമലി സെർച്ച് ചെയ്യുക, ഗിറ്റിൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ലേറ്റസ്റ്റ് വേർഷൻ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇതേപോലെ ഫയൽ ഡൗൺലോഡ് ആവും, EXE ഫയൽ ഡൗൺലോഡ് ആവും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പം ഗിറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ആക്കുക. ഇതെല്ലാം അതിൽ തന്നെ ചോദിക്കുന്നത് കൊടുക്കുക. നിങ്ങൾക്കിത് ഡെസ്ക്ടോപ്പിൽ ഐക്കൺ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനായിട്ട് ഓപ്പൺ ആക്കാൻ ഡെസ്ക്ടോപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. എനിക്ക് വേണ്ട, ഞാനത് ക്ലിക്ക് ചെയ്യുന്നില്ല. നെക്സ്റ്റ് പോവുക. അതൊക്കെ ഓൾറെഡി പ്രീഫിൽ ചെയ്ത് വന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ് കൊടുത്ത് പോവുക. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്കും ലെറ്റ് ഗിറ്റ് ഡിസൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് വേണ്ട, നമുക്കത് ഓവർറൈഡ് ചെയ്ത് മെയിൻ എന്ന് പറഞ്ഞ് കൊടുക്കാം. കാരണം ഇപ്പം ഗിറ്റ് അത് കറൻ്റ്ലി മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചിലായിരിക്കും ഇത് സേവ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഉള്ള മിക്ക മോഡേൺ ഇതും വരുന്നത് ഇതുപോലെ മാസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലായിരിക്കത്തില്ല. അപ്പോൾ അത് ചിലപ്പോൾ റെക്കഗ്നൈസ് ചെയ്യാണ്ട് പോകും. മെയിൻ കൊടുക്കുക, മെയിൻ എന്നാലേ റെക്കഗ്നൈസ് ചെയ്യത്തുള്ളത്. മെയിൻ കൊടുത്ത് ബാക്കിയെല്ലാം അത് ഈ ഡീഫോൾട്ടായിട്ട് വരുന്നതനുസരിച്ചിട്ട് തന്നെ നെക്സ്റ്റ് കൊടുത്ത് പോവുക. ഫയൽസ് എക്സ്ട്രാക്ട് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്തോളും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഗിറ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ഒലാമ കാണാം.
ഒലാമ ഇൻസ്റ്റാൾ ചെയ്യണം. ആക്ച്വലി ഒഡീസീസ് സിസ്റ്റത്തിൽ റൺ ചെയ്യാനായിട്ട് ഒലാമ ഞാൻ ഇപ്പം ഇതുവരെ പൈത്തൺ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തു. നമുക്ക് വേണ്ടി ഡയറക്റ്റ് ഒഡീസീസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഒഡീസീസ് റൺ ആവും. നമുക്ക് എന്നിട്ട് PewDiePie ആക്ച്വലി ആ വീഡിയോ പറയുന്നുണ്ട്. നമുക്ക് അതിൽ തന്നെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലോക്കലി ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതും റൺ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലൗഡിൽ LLMൻ്റെ API കീസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ നേരത്തെ കൂട്ടി വേറെ എന്തെങ്കിലും പ്രോജക്റ്റിനോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മേടിച്ച് API കീസ് ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ആ API കീ കൊടുത്തും റൺ ചെയ്യാം. ആ മോഡലിൽ റൺ ചെയ്യാൻ പറ്റും. ഒഡീസീസിന് ഹെൽപ്പ് ചെയ്യും റൺ ചെയ്യാനായിട്ട്. അങ്ങനെയും ചെയ്യാം. ഞാൻ ലോക്കലി എൻറ്റയർലി ന്യൂ ആണ് ഇതിലേക്ക്. അപ്പം ലോക്കലി തന്നെയാണ് റൺ ചെയ്യാൻ നോക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യണം എന്താണ് എന്നറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റിയുടെ ബേസിൽ മാത്രം ഇത് ട്രൈ ചെയ്യാണ്. അപ്പോൾ അടുത്തത് ഞാനിപ്പോൾ നെക്സ്റ്റ് ഒലാമ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഒലാമയുടെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒലാമയുടെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്. അതിൽ പോയിട്ട് അതിൻ്റെ ഒരു EXE ഫയൽ കിട്ടും, സെറ്റപ്പ് ഫയൽ. അത് ഡൗൺലോഡ് ചെയ്യുക. അത് ഹോം പേജിൽ തന്നെ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഒലാമ ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ EXE ഫയൽ ഓപ്പൺ ആക്കാം. ഇതാണ് സെറ്റപ്പ് വിസാർഡ്. വളരെ സിമ്പിളാണ്. ഇൻസ്റ്റാൾ കൊടുക്കുക. ഡീഫോൾട്ടായിട്ട് C ഡ്രൈവ് അതിനകത്ത് തന്നെ ഇൻസ്റ്റാൾ ആയിക്കോളും. അത് പ്രത്യേകിച്ച് പാത്തൊന്നും ചോദിക്കില്ല. ഒലാമ ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ തന്നെ ആപ്പ് ഡയറക്റ്റ് ഓപ്പൺ ആവും. അതിനകത്ത് ചോദിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് ഇതിനകത്ത് എവിടെയും ഇപ്പം നിലവിൽ ഇതിനകത്തല്ല ആവശ്യം വരുന്നത്. അതുകൊണ്ടത് ന്യൂ ചാറ്റ്. ഓക്കെ, ഈ ഇൻ്റർഫേസ് കണ്ടോ? ഇത് നമുക്ക് ആക്ച്വലി ChatGPT, Gemini, ക്ലോഡൊക്കെ പോലെ തന്നെ ഒരു ചാറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസ് തന്നെയാണ്. പക്ഷേ ആക്ച്വലി നമുക്കിവിടെ ഇപ്പം മോഡൽസ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് ലോക്കലി റൺ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ക്ലൗഡ് സർവീസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ അതിനും സബ്സ്ക്രിപ്ഷൻ കൊടുക്കണം. സോ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അപ്പോൾ അത് ഇല്ലേ, നമ്മൾ നോർമലി ലോക്കലി റൺ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് മോഡൽസ് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ജെമ്മ തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. ഈ ലോക്കലി റൺ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ GPUവിൻ്റെ കാര്യം പറഞ്ഞു, ഗ്രാഫിക്സ് കാർഡ്. അപ്പം അത്യാവശ്യം VRAM ഉള്ള GPU ആണെങ്കിൽ പറഞ്ഞ പോലെ വലിയ മോഡൽസ് റൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം എൻ്റെ ലിമിറ്റഡാണ്. എൻ്റെ 4 GB ഉള്ളൂ. ജസ്റ്റ് 4 GB മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒതുങ്ങുന്നത് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാലേ അത്യാവശ്യം ഫ്രീ ആയിട്ട് ആ ലാംഗ്വേജ് മോഡലിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം 4 GB ഉള്ളതിനകത്തൊരു 6 GB 7 GB ഒക്കെ ലാംഗ്വേജ് മോഡലിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബോട്ടിൽ നെക്കാണ്, ആൾക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് അതിന് ഒതുങ്ങി നിൽക്കുന്ന ഒരു മോഡലാണ്. ഞാൻ അതിനുവേണ്ടി നമുക്കതിന് ഒലാമയുടെ സൈറ്റിൽ തന്നെ പോവാം. ഒലാമയുടെ സൈറ്റിൽ തന്നെ മോഡൽസിൽ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ ജെമ്മയാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ അതെടുക്കുകയാണ്. അതിനകത്ത് പോയിട്ട് ഈ പറഞ്ഞുണ്ടോ ഓരോരോ കട 1.6 തൊട്ട് 16 GB വരെ ഉണ്ട്. എനിക്കിപ്പോൾ 4 GB ലിമിറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ റൺ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ VRAM അനുസരിച്ചിരിക്കുമെന്നല്ല, നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇതിലെടുക്കുന്നത് ജെമ്മ 2:2B എന്നുള്ള ആ വേരിയൻ്റാണ്. അതാണ് എടുക്കുന്നത്. നമുക്കത് ഇവിടെ തന്നെ ഞാനിത് കോപ്പി ചെയ്യാണ്. കാരണം തെറ്റാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുക. അതായത് ഒലാമ ഫുൾ എന്ന് പറഞ്ഞിട്ട് ഈ റിക്വസ്റ്റ് കൊടുക്കുക. അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഹാർഡ്വെയർ കേപ്പബിലിറ്റി അനുസരിച്ച് എനിക്കിത് വളരെ ലിമിറ്റഡ് ആണ് 4 GB എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറിയ മോഡൽ എടുക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്യുന്ന സിസ്റ്റത്തിൽ എത്രയാണോ VRAM ഉള്ളത് അതനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ഈ ക്ലൗഡിൽ എടുക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ അതൊരു മാറ്ററല്ല. നമുക്ക് ഇഷ്ടമുള്ള മോഡൽ സെലക്ട് ചെയ്യാം. അതനുസരിച്ച് പ്രൈസ് ഉണ്ട്. അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈ എൻഡ് മോഡൽസ് വരെ സെലക്ട് ചെയ്യാം. ഇത് ഈ പറഞ്ഞ പോലെ ലോക്കലി റൺ ചെയ്യാനുള്ളതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിരിക്കും ഇതിൻ്റെ നോളജൊക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സിങ് കേപ്പബിലിറ്റി, അല്ലെങ്കിൽ ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ലും. എന്നാലും ലോജിക്കലി കുറച്ചുകൂടെ വളരെ മിനിമലിസ്റ്റ് ആയിരിക്കും ഇത്രയും ചെറിയൊരു വേർഷൻ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും. ചെറിയ വേർഷൻ മീൻസ് അത്രയും ലിമിറ്റഡ് ആണ്, എൻ്റെ കേപ്പബിലിറ്റീസ് ലിമിറ്റഡ് ആണ്. ഓക്കെ, അത് ഡൗൺലോഡായി കഴിഞ്ഞു. നമുക്കിനി ഒലാമയിൽ പോയി ചെക്ക് ചെയ്യാം. ഒലാമയിൽ ഇവിടെ മോഡൽസിൻ്റെ അവിടെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ? ഓക്കെ, 2:2 വന്നിട്ടുണ്ട്. അഥവാ ഇൻ കേസ് കാണിച്ചില്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഒലാമ ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആക്ച്വലി ഒലാമ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, ഇവിടെ ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് ആയിരിക്കും. ജസ്റ്റ് ആ ഫ്രണ്ട് എൻഡ് മാത്രമാണ് ക്ലോസ് ചെയ്ത് കളഞ്ഞത്. ബാക്ക്ഗ്രൗണ്ട് അവിടെ അപ്പോൾ അതുകൂടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്വിറ്റ് ചെയ്തതിന് ശേഷം എടുക്കുക. ഓക്കെ, എനിക്കിപ്പോൾ ഇവിടെ ഓൾറെഡി മോഡൽ കാണിക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ അങ്ങനെ ക്ലോസ് ചെയ്യുന്നില്ല. നമുക്കിവിടെ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ചാറ്റ് ചെയ്യുന്ന പോലെ മെസ്സേജ് ഇടാം. ആക്ച്വലി ഇതിപ്പം റെസ്പോണ്ട് ചെയ്യുന്നത് ലോക്കലി തന്നെയാണ്. ലോക്കലി ആ മോഡലിൻ്റെ സിസ്റ്റത്തിൽ റൺ ചെയ്തിട്ടുള്ള റിപ്ലൈ ആണ് വന്നേക്കുന്നത്. ഇത് മൊത്തം വർക്ക് ചെയ്യുന്ന ആക്ച്വലി ഒരു മാത്തമാറ്റിക്കൽ പരിപാടിയാണ്. അപ്പം ഏറ്റവും ബെസ്റ്റിൽ ഇത് റെൻഡർ ചെയ്യാനും സോൾവ് ചെയ്യാനൊക്കെ ഒരു GPUവിനാണ് പറ്റുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഹയർ VRAM അതനുസരിച്ചുള്ള വലിയ LLM മോഡൽസ് നിങ്ങൾക്ക് എടുക്കാം. ലാർജ് ലാംഗ്വേജ് മോഡൽ എടുക്കാം. എൻ്റെത് ഇവിടെ വളരെ ലിമിറ്റഡാണ്. ഡെഡിക്കേറ്റഡ് 4 GB ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ ഷെയർഡ് കാണിക്കുന്നത്. അത് റാമിൽ നിന്ന് എടുത്തേക്കുന്നതാണ്.
ഈ ഡെഡിക്കേറ്റഡിനകത്താണ് ശരിക്കും വി റാം, GPUവിൻ്റെ വി റാം അത് ഏറ്റവും ഫാസ്റ്റ് ആയിരിക്കും, കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കും. അപ്പോൾ ആക്ച്വലി ഞാനൊരു മേളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ CPU ഓഫ് ലോഡ് അല്ലെങ്കിൽ റാം ഓഫ് ലോഡ് എന്ന് പറയും. ഈ നമ്മുടെ വി റാമിൽ ഒതുങ്ങാത്ത ഡേറ്റ ഇതൊന്നെങ്കിൽ റാമിലോട്ട് മാറ്റി പ്രോസസ്സ് ചെയ്യാൻ നോക്കും. അപ്പോൾ വളരെ ഈ GPUവിലുള്ള വി റാമിനേക്കാളും സ്പീഡ് കുറവായിരിക്കും റാമിന്. ഇത് റെസ്പോണ്ട് ചെയ്യുന്നതിന് ടൈം എടുക്കും. ഈ ടോക്കൺസ് വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. റിപ്ലൈ ഒക്കെ വരെ നല്ല ടൈമിലേ വരത്തുള്ളൂ. പിന്നെ ആക്ച്വലി നോർമലി അതങ്ങനെ വർക്ക് ചെയ്യൂല. ഓഫ് ലോഡ് അടിച്ചിട്ട് ക്ലോസ് ആയി പോത്തേ ഉള്ളൂ, ഒലാമ ക്ലോസ് ആയി പോത്തേ ഉള്ളൂ. ഇങ്ങനെ വി റാം ഓഫ് ലോഡ് ആയെന്ന് പറഞ്ഞിട്ട് നമുക്കത് എങ്ങനെയെങ്കിലും നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഉപയോഗിച്ച് തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ ഫോഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, റെസ്പോൺസ് എല്ലാം ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പം ഇതാണ്. അപ്പോൾ അത് വർക്കിംഗ് ആണ്. നമുക്കിനിപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പം ഒലാമ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊരു LLM നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം, അത് റെസ്പോണ്ട് ചെയ്യും, റിപ്ലൈ തരും ഒക്കെ ചെയ്യും. പക്ഷേ ഇതിനിപ്പോഴും ഒന്നും ചെയ്യാനുള്ളൊരു കഴിവില്ല. നമ്മൾ ചോദിക്കുന്നതിന് അത് റിപ്ലൈ തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ആക്ച്വലി ഒഡീസീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രെയിൻ, ഇതിപ്പോൾ ഈ ജെമ്മ എന്നുള്ള ബ്രെയിൻ യൂസ് ചെയ്തിട്ട് ഒഡീസീസ് വർക്ക് ചെയ്യാണ് സിസ്റ്റത്തിൽ. നമ്മളിപ്പോൾ ഒഡീസീസിന് നമ്മൾ പെർമിഷൻ കൊടുത്തതിന് ശേഷം ഒഡീസീസിന് അത് ഫുള്ള് കൺട്രോൾ കിട്ടും സിസ്റ്റത്തിൻ്റെ. നമുക്കത് ലിമിറ്റും ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കാം. ഞാൻ നേരത്തെ സാൻഡ് ബോക്സിൻ്റെ കാര്യം പറഞ്ഞതാണ്. സാൻഡ് ബോക്സ് ഒരു വിർച്വൽ എൻവയോൺമെൻറ്റിനകത്തായിരിക്കും നമ്മൾ ഒഡീസീസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ആ എൻവയോൺമെൻറ്റ് വിട്ട് പുറത്തോട്ടുള്ള ഒന്നിനും ഒഡീസീസിന് ആക്സസ് ഉണ്ടാകത്തില്ല. ഞാൻ പക്ഷേ അത് ചെയ്തിട്ടില്ല. ഞാൻ നേറ്റീവ്ലി കംപ്ലീറ്റ്ലി ഓപ്പണായിട്ട് തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ സിസ്റ്റത്തിന് ഒഡീസീസിന് ഫുൾ ആക്സസ് കിട്ടും. അപ്പം ഒഡീസീസ് വർക്ക് ചെയ്യുന്നത് ഇപ്പം ഞാൻ ജെമ്മ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ്. ജെമ്മ തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും മോഡൽസ് ഡീപ് സീക്ക് ഉണ്ട്, Q1 ഉണ്ട്, കിമി ഉണ്ട്. അപ്പം അതൊക്കെ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ യൂസ് കേസ് എന്താണോ, കോഡേഴ്സ് ആണെങ്കിൽ അതനുസരിച്ച് നോർമൽ PDF എക്സ്ട്രാക്ഷനും വേർഡ് പ്രിപ്പറേഷനും അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ യൂട്യൂബ് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കാം, അത് എക്സ്ട്രാക്ട് ചെയ്യാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും. പക്ഷേ ഡയറക്റ്റ് ഒരു ലിങ്ക് കൊടുത്താൽ പോഡ്കാസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യൂല. അതിന് വേറെ ടൂൾസ് ഉണ്ട്, അത് യൂസ് ചെയ്യണം. അപ്പം എനിവേ അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ഇതിന്. നമ്മൾ ട്രൈ ചെയ്യുക. ഇനി അങ്ങോട്ട് AI ഒക്കെ ആണല്ലോ, പുതിയ കാര്യങ്ങൾ അറിയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെപ്പോഴും നമ്മൾ ലൈഫിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. നമുക്കിപ്പോൾ ചുറ്റും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. ജസ്റ്റ് എക്സ്പ്ലോർ ഗോ മാൻ, എക്സ്പ്ലോർ ചെയ്യുക, പുതിയ കാര്യങ്ങൾ അറിയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ നമുക്ക് സിസ്റ്റത്തിൽ ഒഡീസീസ് ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾക്ക് PewDiePieയുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ വീഡിയോയിൽ PewDiePie എൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും. ODCS സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലെജൻഡറി ഗ്രീക്ക് കിങ് നമുക്കതല്ല വേണ്ട. നമുക്ക് തൊട്ടുതാര വേറെ ഉണ്ട്. ഗിറ്റ്ഹബിൻ്റെത് കിടപ്പുണ്ട്. അല്ലാണ്ട് അതിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഗിറ്റ്ഹബിൻ്റെ തന്നെയാണ്. അതിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഈ ഒഡീസീസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണ്. ആക്ച്വലി ഈ കുക്ക് ബുക്ക് ഉണ്ടോ, കുക്ക് ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തു, പക്ഷേ കുക്ക് ബുക്ക് എന്തോ എനിക്ക് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ നോർമലി അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കും അത് ആക്ച്വലി നല്ലൊരു ഫ്യൂച്ചറാണ്. ഇപ്പം ഞാനിപ്പോൾ ജെമ്മ യൂസ് ചെയ്യുന്നു പറഞ്ഞല്ലോ. ഈ കുക്ക് ബുക്കിൽ കയറി കഴിഞ്ഞാൽ കാണിക്കും ഒഡീസീസ് തന്നെ നമ്മുടെ സിസ്റ്റം സ്കാൻ ചെയ്തിട്ട് നമ്മുടെ CPU GPU റാം എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട്, GPUവിൻ്റെ വി റാം എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടൊക്കെ നമുക്ക് മോഡൽസ് സജസ്റ്റ് ചെയ്യും. എത്രത്തോളം സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന മോഡൽസ് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ലിസ്റ്റിൽ സോർട്ട് ചെയ്യും. ഗുഡ് ടു ലോ ആയിരിക്കും. ആദ്യമേ തന്നെ ടോപ്പിൽ എത്രത്തോളം ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് വെച്ചിട്ട് അങ്ങനെ ഏറ്റവും ലോ വരെ അങ്ങനെ മോഡൽസ് സജസ്റ്റ് ചെയ്യും. നമുക്ക് അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാനും പറ്റും. പക്ഷേ അപ്പം ഇത് അവരുടെ സൈറ്റാണ്. നമുക്ക് ആക്ച്വലി ഞാൻ ഗിറ്റിൽ പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഗിറ്റിൽ പോയി കഴിഞ്ഞാൽ ഗിറ്റ്ഹബിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഇതിൽ ഒരുപാട് എക്സ്പ്ലനേഷൻസ് കിടപ്പുണ്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ പല പ്ലാറ്റ്ഫോമിൽ. ഞാനിപ്പോൾ വിൻഡോസിൻ്റെ കാര്യമാണല്ലോ പറയാം. വിൻഡോസ് അല്ലാണ്ട് മാക്കിലാണെങ്കിലും ലിനക്സിലാണെങ്കിലും ചെയ്യാനുള്ളതൊക്കെ ഈ വിൻഡോസിൽ തന്നെ വിത്ത് ഡോക്കറിൽ ചെയ്യുന്നതൊക്കെ അതിൽ പറയുന്നുണ്ട്. ഞാൻ നോർമൽ നേറ്റീവ്ലി തന്നെയാണ് പോകുന്നത്. അപ്പം ആക്ച്വലി ഇത് കണ്ടോ, ആദ്യമേ നമുക്ക് ഗിറ്റിൽ നിന്ന് പുള്ള് ചെയ്യണം ഈ പ്രോജക്റ്റ്. നമുക്കത് കമാൻഡ് പ്രോംപ്റ്റിൽ തന്നെ എടുക്കാം. കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് അപ്പോഴത്തേക്കും ക്ലോൺ ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്യും. ഡൗൺലോഡിങ് തന്നെയാണ് നടക്കുന്നത്. ഡൗൺലോഡായി. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അവിടെ തന്നെ പറയുന്നുള്ളൂ. നെക്സ്റ്റ് അടുത്ത CD ഒഡീസീസ് എന്നുള്ള ടൈപ്പ് ചെയ്യുക. കോപ്പി ചെയ്തെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ മിസ്റ്റേക്സ് വരാണ്ടിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. ആണ് ഏറ്റവും നല്ലത്. ഇത് കണ്ടോ, ചെക്കിംഗ് ഫോർ പൈത്തൺ നടക്കുന്നത്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് 3.13 അത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൈത്തൺ ഇതിനകത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഫെയിൽ ആവുകയോ അല്ലെങ്കിൽ അവിടെ കാണിക്കും പൈത്തൺ ഇൻസ്റ്റാൾഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ നമുക്ക് ഈ റിക്വയർമെൻറ്റ്സ് എല്ലാം ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ ഒഡീസീസ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് മെയിനായിട്ട്. അത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇൻസ്റ്റാളിങ് മീൻസ് പുള്ള് ചെയ്യാന്നാണ് പറയുക. ഗിറ്റിൽ നിന്ന് പുള്ള് ചെയ്യാന്നാണ് അത് പറയുന്നത്. ഒരു ഫൺ ഫാക്ട് എന്നാണ്. എന്നാലും
നമുക്ക് ഇതിപ്പം ഒഡീസീസ് ഇപ്പോൾ വന്നല്ലോ, ഇതിന് മുന്നേയും വേറെ ഉണ്ടായിരുന്നു. ക്ലോഡ് ബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമേ മോൾട്ട് ബോട്ടായിരുന്നു, പിന്നെ ക്ലോഡ് ബോട്ടായി അങ്ങനെയാണെന്ന് തോന്നുന്നു. ക്ലോഡ് ബോട്ട് എന്ന് പറഞ്ഞൊരു AI ഏജൻറ്റ് ഉണ്ടായിരുന്നു. അതേ സെയിം ഇത് തന്നെയാണ് ഒഡീസീസിൻ്റെയും. നമുക്കതും ഇതുപോലെ ലോക്കലി റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. ഒരു ഏജൻറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു സിസ്റ്റത്തിൽ. നമുക്ക് ഈ പറഞ്ഞ പോലെ LLM കൊടുത്തു കഴിഞ്ഞാൽ ലോക്കലി റൺ ആവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ API കീസ് ഉണ്ടെങ്കിൽ ക്ലൗഡിൽ എല്ലാം നമുക്ക് റൺ ചെയ്യാം. അങ്ങനെ ഓക്കെ. ഇതിപ്പം ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ചോദിച്ചേക്കാണ് യൂസർ ലോഗിൻ ചെയ്യാനുള്ള ക്രെഡൻഷ്യൽസ് ആണ്. നമുക്കിത് ആക്ച്വലി ക്രോമോ എഡ്ജോ യൂസ് ചെയ്തിട്ട് ഇത് ആക്സസ് ചെയ്യാം. ഒരു വെബ്സൈറ്റ് പോലെ തന്നെയാണ്, ലോക്കലി ഹോസ്റ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ലോക്കൽ ഹോസ്റ്റ് വെബ്സൈറ്റ് പോലെ അതിനകത്ത് കാണിക്കും, നമുക്കത് എൻ്റർ ചെയ്യാം. ഇതിപ്പം അപ്പോൾ അതിന് കയറാൻ വേണ്ടി യൂസർ ക്രെഡൻഷ്യൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ എൻ്റെത് തന്നെ ഇവിടെ ഞാൻ എൻ്റെത് ക്രിയേറ്റ് ചെയ്യാണ്. പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് അടിച്ചിട്ട് കൺഫേം പാസ്വേഡ്, നിങ്ങൾ കൊടുത്ത പാസ്വേഡ് ട്രൈ ചെയ്യുക. ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്, എന്തുവേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, അത് ഇതുണ്ടോ. ദെൻ ഓപ്പൺ ലോക്കൽ ഹോസ്റ്റ്, ആ ഒരു വെബ് ലിങ്ക് കണ്ടോ, അതാണ് ഓപ്പൺ ചെയ്യേണ്ടത്. നമുക്കത് ഈ പറഞ്ഞ ക്രോമിലോ എഡ്ജിലോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഒഡീസിയസിൻ്റെ UI ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് അതുവഴി ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ഇതിപ്പം സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇത് കണ്ടോ ഇവിടെ വന്നിട്ടുണ്ട്. മേളിൽ കാണിച്ചാൽ തന്നെ നമുക്കതിപ്പം കൺട്രോൾ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ UI ഒഡീസിയസിൻ്റെ. നമുക്കിവിടെ ഇപ്പം ലോഗിൻ ചെയ്യണം. ഞാൻ നേരത്തെ ക്രെഡൻഷ്യൽസ് കൊടുത്തായിരുന്നല്ലോ, യൂസർ നെയിം തനിയെ വന്നിട്ടുണ്ട്. ഞാൻ കൊടുത്ത പാസ്വേഡ് ഇട്ടിട്ട് ലോഗിൻ ചെയ്തു, സൈൻ ആയി. ഇതാണ് ഒഡീസീസിൻ്റെ UI. ഇപ്പോൾ ശരിക്കും ഞാൻ ഒലാമയിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഒലാമ വഴി ആക്സസ് ചെയ്യാൻ പറ്റും ജെമ്മ എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ. നേരത്തെ പറഞ്ഞ പോലെ ജെമ്മ വേണമെങ്കിൽ ജെമ്മോ, കിമി, QN ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ജെമ്മ എടുത്തതേ ഉള്ളൂ. യൂസ് കേസ് അനുസരിച്ച് മാറും. സെലക്ട് മോഡലിനകത്ത് ഇവിടെ ശരിക്കും ഒന്നും വന്നിട്ടില്ല, കാരണം ഇത് കണക്ട് ചെയ്തിട്ടില്ല, ഒലാമയായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അതിനിവിടെ തന്നെ ഓപ്ഷനുണ്ട്. നമുക്ക് സെറ്റിങ്സിൽ, ഏറ്റവും താഴെ സെറ്റിങ്സിൽ പോയിട്ട് ആഡ് മോഡൽസ് വന്നിട്ടുണ്ട്. ഇവിടെ ഇത് കണ്ടോ, ഇവിടെ തന്നെ ഒലാമ എന്ന് കാണിക്കുന്നുണ്ട്. ഒലാമ ക്ലിക്ക് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പം അവിടെ ഓൾറെഡി ഫൗണ്ട് 1 മോഡൽ എന്ന് പറഞ്ഞ് കാണിച്ചു. നമുക്ക് എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ജെമ്മ 2:2B വന്നിട്ടുണ്ട്. സോ ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമുക്കിപ്പോൾ ഒരു ഏജൻറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഇത് ഒഡീസീസ് വഴി, അതായത് ഒഡീസീസ് ബ്രെയിനായിട്ട് ജെമ്മാനെ യൂസ് ചെയ്തിട്ട് ബാക്കി നമ്മൾ ചോദിക്കുന്നതിനൊക്കെ റെസ്പോണ്ട് ചെയ്തോളൂ. ഇത് ആക്ച്വലി പ്രോസസ്സിങ് റിക്വസ്റ്റ്, ഇതിവിടെ ലോക്കലി തന്നെയാണ് റൺ ചെയ്യുന്നത്. ഇത് കണ്ടോ NVIDIAയുടെ പ്രോസസ് ചെയ്യുന്നത്. നമുക്ക് ലോക്കലി GPU റൺ ചെയ്യുകയാണ് കംപ്ലീറ്റ്ലി. പ്രോസസ് ചെയ്ത് ഞാൻ ചോദിച്ചതിന് അത് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വർക്കിംഗ്. അപ്പോൾ ഇതാണ്, സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. ഞാനിതിപ്പം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പുതുതായിട്ടൊരു കാര്യം കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞ് ട്രൈ ചെയ്യുന്ന ഞാൻ നിർബന്ധിക്കുകയല്ല, ട്രൈ ചെയ്യുക. നമ്മൾ ഈ ഒരു ഒതുങ്ങിപ്പോകുന്നതല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അറിയാനോ, നമ്മൾ പഠിക്കുക. പുതിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും പഠിക്കുക, അറിയാൻ ശ്രമിക്കുക. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ട് എന്തെങ്കിലും നേടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒരു നോളേജ്, എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് എപ്പോഴും ഈ ഒരു ടെക്കിലോട്. അപ്പം അത് വെച്ചിട്ട് ഞാൻ നോക്കിയതാണ്. പിന്നെ ഞാൻ ഈ ചെയ്യുന്നത് എനിക്ക് ചുമ്മാ ഇങ്ങനൊന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി, വേറെ ആരെങ്കിലും ഹെൽപ്ഫുൾ ആയാലോ. എൻ്റെ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. സോ എനിക്ക് വേറെ ഒരു നോളജും ഇല്ല, വേറെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നോ ഒന്നും അറിയാൻ വയ്യ. ഐ ആം ജസ്റ്റ് ബീങ് റോ. നോർമലി ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ആക്ച്വലി തന്നെ ഇതിൻ്റെ ലെങ്ത് അത്യാവശ്യം കൂടിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ഇറ്റ്. നമുക്ക് ഒഡീസീസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇതിനി ക്ലോസ് ചെയ്ത് പോയാൽ, ഇതിപ്പം ടാബ് ക്ലോസ് ചെയ്താൽ ആക്ച്വലി ഈ ലോക്കൽ ഹോസ്റ്റിൻ്റെ അഡ്രസ്സ് അടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് കയറി വരും. പക്ഷേ നിങ്ങൾ ഈ കമാൻഡ് പ്രോംപ്റ്റ് ക്ലോസ് ചെയ്യലും ഇതിനകത്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊടുക്കുന്നതിനൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്ക് എൻഡിൽ. ആക്ച്വലി അപ്പോൾ ഇത് കണ്ടോ, നമ്മളിപ്പം ഇത് ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യൂല. നമ്മളിപ്പം ഒരു റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും ബ്ലാങ്ക്, വർക്ക് ചെയ്യൂല. ഇതുണ്ടോ, ഫെയിൽ ടു ലോഡ് സെഷൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. നമ്മളിത് ക്ലോസ് ചെയ്യുക, തിരിച്ച് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കുക. എന്നിട്ട് ഈ ഒരു കമാൻഡ് ഉണ്ടല്ലോ, ഇത് നമുക്ക് കോപ്പി ചെയ്ത് വെക്കാം, എളുപ്പത്തിന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. ഡെസ്ക്ടോപ്പിൽ തന്നെ ഒരു ബ്ലാങ്ക് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിൽ വെക്കുക. എന്നിട്ട് ഈ കമാൻഡ് ഉണ്ടോ, CD ODCS, ഇത് കോപ്പി ചെയ്യുക, കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കുക, അതിനകത്ത് കൊടുക്കുക. അപ്പം അതായത് നമ്മൾ സെലക്ട് ചെയ്യാണ്, ഈ ഒഡീസീസ് എന്നുള്ള ഡയറക്ടറി സെലക്ട് ചെയ്തതാണ്. എനിക്കിവിടെ യൂസേഴ്സ് എൻ്റെ ആസിഫ് കെ എന്നുള്ള ഇതിനകത്ത് ഈ ഒഡീസീസ് എന്നുള്ള ഫോൾഡറിനകത്താണ് ഇത് കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തതാണ്. CD ODCS എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ട് ആ ഡയറക്ടറി നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ അതിനകത്ത് നിന്ന് ഇത് റൺ ചെയ്യുക. ഇത് കോപ്പി ചെയ്യുക, ഈ കമാൻഡ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് റൺ കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ അത് റണ്ണാവുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം ഈ പറഞ്ഞ പോലെ
ആ യൂസർ ക്രെഡൻഷ്യൽസ് നമ്മൾ കൊടുത്തുകൊണ്ട് അതിനിപ്പം ഇല്ല, അത് സെറ്റാണ്. അവിടെ തന്നെ പറയുന്നുണ്ട് ലോഗിൻ വിത്ത് യു എക്സിസ്റ്റിംഗ് അഡ്മിൻ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ട്. ഇത് ആദ്യത്തെ ബേസിക് സ്റ്റെപ്പുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരത്തെ ആ പറഞ്ഞ 127.0 അതിൽ ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ ആ അഡ്രസ്സ് ഏതെങ്കിലും ക്രോമിലോ എവിടെയെങ്കിലും ഓപ്പൺ ആക്കുക, നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രൗസറിൽ ഓപ്പൺ ആക്കുക. ഇതുണ്ടോ, ബാക്ക് ടു ദാറ്റ് സെയിം പേജ്. ഇനി നമുക്ക് ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്ത് തിരിച്ച് റിപ്ലൈ വരുന്നുണ്ട്. സോ എപ്പോഴും ഈ കമാൻഡ് പ്രോംപ്റ്റ് ക്ലോസ് ചെയ്യരുത്, അത് ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആയിരിക്കണം. സോ ഇതാണ്, ഇത്രേ ഉള്ളൂ. ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടി ഇത്രയും സിമ്പിളാണ്. ഞാൻ ഇത് ഇനി എക്സ്പ്ലോർ ചെയ്തിട്ടേ ഇല്ല. എനിക്കിനി ഇതിനെക്കുറിച്ച് പഠിക്കണം, ഇതെന്താണ് ഇതിൻ്റെ യൂസ് കേസുകൾ, ഇനി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ജസ്റ്റ് വായിച്ചുള്ള അറിവുകളേ ഉള്ളൂ ഇതിനെക്കുറിച്ച്, എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും, എന്തൊക്കെ യൂസാണ് വരുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ അറിയുക, പുതിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സിമ്പിൾ ആസ് ദാറ്റ്. കീപ് ലേണിംഗ് ന്യൂ സ്റ്റഫ്സ്. എന്തെങ്കിലും വരുമ്പോഴത്തേക്കും പുതുതായിട്ട് വരുന്നത് ട്രൈ ചെയ്ത് നോക്കുക. അതാണ് മെയിൻ, അതാണ് ട്രൈ ചെയ്യുക. നമ്മളൊരു കാര്യം വരുമ്പോഴത്തേക്കും ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്തതാണെങ്കിൽ വിട്ടേക്കുക. അറ്റ്ലീസ്റ്റ് ഇതിനെക്കുറിച്ച് ഒരു ക്യൂരിയോസിറ്റി ഉള്ളൊരു വ്യക്തി ഇത് കാണുമ്പോഴത്തേക്കും ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യണം, വേണ്ട, മെനക്കേട് വേണ്ട എന്ന് പറഞ്ഞിരിക്കാണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മളിങ്ങനെയല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. സോ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പ്രസൻറ്റിങ് പരിപാടി. സോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് താങ്ക് യു. ഓഫ് കോഴ്സ് അഭിപ്രായം പറയുക. സോ നോളജ് ഈസ് എവറിത്തിങ്. നോളജിന് ഇല്ലെങ്കിൽ സീക്ക് ചെയ്യുക, മുമ്പോട്ട് നോക്കുക, ഓരോന്ന് കിട്ടും. So thank you for being here. Thank you for watching till here. Thank you so much. See you.